രാവിലെ ഇതേ കരാട്ടയുടെ ടൂർണമെന്റിന് പോകണം കേട്ടോ. മുട്ടിക്കുളങ്ങരയാണ് ടൂർണമെന്റ്. ഈ പ്രാവശ്യം ഏട്ടനാട്ടോ കൊണ്ടുപോകുന്ന ടൂർണമെന്റിന്. രണ്ടാൾക്കും നെക്സ്റ്റ് ബെൽറ്റിനുള്ള എക്സാം ആണ് കേട്ടോ. മണിക്കൂട്ടിന് ബ്രൗൺ ആവും, കുഞ്ഞാറ്റിക്ക് ഫസ്റ്റ് ബെൽറ്റ് കേട്ടോ. ഫസ്റ്റ് യെല്ലോ, വൈറ്റ് കഴിഞ്ഞിട്ടുള്ള യെല്ലോ ബെൽറ്റിലോട്ടാട്ടോ അവള് പോകുന്നത്. അപ്പോഴേ അവർ പോയി കഴിഞ്ഞു. ശരി, എന്തായാലും ഇന്ന് വീട്ടിലോട്ട് പോകണം കേട്ടോ. കാരണം ഏട്ടൻ്റെ ലീവും കഴിയാനായി, മക്കൾക്ക് സ്കൂളും തുടങ്ങാറായില്ലേ. അപ്പോൾ പിന്നെ ഒന്ന് വീട്ടിലോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചക്കലേക്ക് എനിക്ക് വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവർ വരുമ്പോഴേക്കും മാംഗോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മാംഗോ ഷേക്ക് അടിച്ച് വെച്ചിട്ട് അതേ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും. അപ്പോഴത്തേക്ക് ഞാൻ റെഡി ആവണം. അപ്പോൾ ഞാൻ വേഗം ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ട് ദേ എന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ പ്രതീക്ഷിച്ചു കേട്ടോ ഗൈസ്. പക്ഷെ ഒന്നും നടന്നില്ലേ. ഇടയിലിടയിലുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. ദേ നമ്മുടെ മുല്ല നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് കുറ്റിമുല്ല ചെടി മേടിച്ച് വെച്ചതാണ്. ഇപ്രാവശ്യം നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ചേച്ചിക്ക് മുല്ലപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിരിഞ്ഞത് മൊട്ടൊക്കെ ഞാൻ ചേച്ചിക്ക് വലിച്ചുകൊണ്ട് പോയി കേട്ടോ. പിന്നെ ഇത് നമ്മുടെ താമരല്ല ആമ്പലിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏട്ടനും കുട്ടികളൊക്കെ വന്നാൽ കുട്ടികൾ ഒന്നുകൂടെ കുളിച്ച് ഫ്രഷായി. ഇതേ ഞങ്ങൾ ഒരു മണിയൊക്കെ ആയിട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ 2 വണ്ടിയിലായിട്ടോ കേട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ ഇതേ നമ്മളുടെ ഇതിലൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ. നമ്മുടെ അവിടെ ചാമ്പയ്ക്കല്ല സപ്പോട്ട നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതേ അമ്മ തേങ്ങ ഇട്ടതും ഇപ്രാവശ്യം തേങ്ങയൊക്കെ കുറവാണ്, എണ്ണ ഏട്ടാനൊന്നുമില്ല എന്നൊക്കെ ഉള്ള പരാതികൾ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മണിക്കൂട്ടൻ്റെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് റോട്ടിലോട്ടിച്ചത് പോരാതെ മുറ്റത്തും കുറച്ച് അങ്ങോട്ട് ദേ അമ്മ ചക്കയും പൊതിക്കല്ല ചക്കയും വെട്ടി ആക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ ഇറങ്ങാനായി കേട്ടോ. പക്ഷെ അപ്പോഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല മഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. പിന്നെ ആ മഴയൊക്കെ തോർന്നിട്ടാട്ടോ ഞങ്ങൾ വീട്ടിൽ പോയത്. അപ്പോൾ ടാറ്റാ ബൈ.